ഞാൻ എന്തായാലും BSc പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, എന്താ പിന്നെ അതിൻ്റെ ഉദ്ദേശം? എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് എൻ്റെ ജോലി ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, നിൻ്റെ ഈ ആഗ്രഹം എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തായാലും ഞാൻ അവിടെ നിനക്ക് വർക്ക് വിസയ്ക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് എല്ലാ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഓഫർ ലെറ്റർ പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂവിന് എന്ത് ചെയ്ത വിളിച്ചിട്ട് അവിടെ നിന്ന് ഇംഗ്ലീഷുകാരി വിളിക്കുമ്പോൾ നമുക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റണില്ല, നെറ്റ് കിട്ടില്ല. 3-4 പ്രാവശ്യം അവർ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്താൽ കൊച്ചിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് സങ്കടമായി, അപ്പോഴും എനിക്ക് നിരാശ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയിൽ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ട, അത് വിട്ട് കളഞ്ഞേക്ക്, എൻ്റെ മോൾക്ക് ഇനിയും പഠിക്കാമല്ലോ. അങ്ങനെ ഞാൻ പിന്നെയും ഇവളോട് പോസിറ്റീവ് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇൻ്റർവ്യൂ ഒന്നും ചെയ്യാതെ തന്നെ ഓഫർ ലെറ്റർ വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നത്തെ പ്രൊസീജിയറാണ് COS പേപ്പർ, എഗ്രിമെൻറ്റ് പേപ്പർ. ഇവളവിടെ ജോലിക്ക് കയറണം എന്നുള്ളതിന് എഗ്രിമെൻറ്റ് പേപ്പർ വേണം. ആ എഗ്രിമെൻറ്റ് പേപ്പർ എന്ത് ചെയ്താൽ വരുന്നില്ല. എനിക്കാകെ സങ്കടമായി. എല്ലാം കൊണ്ടും ഞങ്ങളുടെ വീട്ടിൽ തകർന്നടിഞ്ഞ അവസ്ഥ, നാണം നെറിയും കെട്ടു തുടങ്ങി, പുറത്തിറങ്ങാൻ പറ്റണില്ല. പിന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച, എൻ്റെ 2 മക്കളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടായി. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, എൻ്റെ മോൻ പോലും പുറത്തിറങ്ങണില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. അവൻ ഡിഗ്രിക്ക് പഠിക്കാം. അപ്പോൾ അവൻ ഒരു റൂമിൽ, ഇവളൊരു റൂമിൽ, 2 പേരും 2 റൂമിലൊക്കെ വെക്കുന്ന ഭക്ഷണം കഴിക്കുന്നില്ല. ഹസ്ബൻഡാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ കളിയൊക്കെ അർഹിക്കുന്നതിന് കൂടുതൽ ആഗ്രഹിച്ചത് കൊണ്ടാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരനെ ഓരോരുത്തർ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി.